പ്രവീണും ഇതുപോലെ നമ്മൾ താമി എന്ന് പറയുന്ന ക്യാരക്ടർ അന്വേഷിച്ച് കിടക്കുന്ന സമയത്ത് കിട്ടാതെ ഇതല്ല താമി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ പൊക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ് പ്രവീൺ. അതും ഷൂട്ട് തുടങ്ങുന്നതിന് വളരെ കുറച്ച് ദിവസം മുന്നേ ഒരുപാട് ഓഡിഷൻ നടത്തി കുറേ പേരെ. പ്രവീണിന്റെ മെസ്സേജ് വരുന്ന സമയത്ത് ഞാനും ഡൊമിനിക്കും നിമിഷം കൂടി വേറൊരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് വരുന്നത്. ആ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു നോക്കുന്നത്. ഫോട്ടോ നോക്കി ഞാൻ മെസ്സേജ് വരുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും പ്രൊഫൈൽ ചെക്ക് ചെയ്യും, ഇത് ആരാ എന്താന്നുള്ളത്. ഇപ്പൊ ഈ പ്രവീണിന്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്പാർക്ക് അടിച്ചായിരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് അർജന്റായിട്ട് കോൾ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു വരുത്തി ഓഡീഷൻ വിട്ടു. അങ്ങനെ ഫിക്സ് ചെയ്തതാണ് പ്രവീൺ. അതുപോലെ ആ പടത്തിൽ തന്നെയുള്ള ഒരു കുട്ടി ക്യാരക്ടർ ഉണ്ടല്ലോ, വെടി കൊള്ളണ കുട്ടി. ആ കുട്ടി ഭയങ്കര ഡയലോഗൊന്നുമില്ല, കുറച്ച് ടോയിനായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസും ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടി മരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു. അയാളെ കാസ്റ്റ് ചെയ്യുന്നതും അയാളുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റീനെ തന്നെ അവിടെ കാസ്റ്റ് ചെയ്യുകയാണല്ലോ. അത് ശരിക്കും അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് ഒരുവിധം ചില കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. പിന്നെ ഇവര് വയനാടേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരുപാട് കാസ്റ്റ് അങ്ങനെ തന്നെ അവിടെ നിന്ന് തന്നെ കുറേയൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് പോയിട്ടുണ്ട്.